ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി നോക്കിയാലോ. നമുക്ക് 2 ലെയറായിട്ട് വരുന്ന അത്യാവശ്യം നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള സാൻഡ്വിച്ചാണേ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് പീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബോൺ ഉള്ളതാണ് കിട്ടുന്നതെങ്കിൽ അതെടുത്താൽ മതി. നമുക്ക് പിന്നെ ബോൺ റിമൂവ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം അതിലോട്ട് ഞാൻ കുറച്ച് മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല, അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം ഇച്ചിരി ചേർത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടി, അതായത് ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനാണ്. നമ്മൾ വേറെ ചിക്കനൊന്നും ചേർക്കുന്നില്ല. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം കുറച്ച് ചേർത്താൽ മതി. അതും കൂടി ചേർത്ത് ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. കുറച്ചൊരു 2 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ രാവിലെയൊക്കെ നമ്മളിപ്പോൾ വൈകിട്ട് സ്നാക്സ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. വൈകിട്ട് ഡിന്നറിനോ സ്നാക്സിനോ ഒക്കെ ആണെങ്കിൽ രാവിലെ പുരട്ടി വെച്ചാൽ വൈകിട്ടൊക്കെ എടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഫ്രീസറിലല്ല, താഴെ. അത് കഴിഞ്ഞ് ഞാനൊരു ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ അതിൽ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇട്ട് കൊടുത്ത് 2 പീസ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ബോണില്ലാത്തതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഒരുപാട് അങ്ങ് മൊരിച്ചെടുക്കണ്ട, കട്ടിയാക്കി എടുക്കണ്ട. കുറച്ച് സോഫ്റ്റായിട്ട് മൊരിച്ചെടുത്താൽ മതി. വേവണം ചിക്കൻ നന്നായിട്ട്, അത്രയേ ഉള്ളൂ. ഞാൻ അത് മൊരിച്ചെടുത്തതിന് ശേഷം നമുക്ക് അടുത്ത് വെജിറ്റബിൾസ് എല്ലാം എടുക്കാം. വെജിറ്റബിൾസ് എല്ലാം ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, ക്യാരറ്റിൻ്റെ തോല് എടുത്ത് കളഞ്ഞിട്ട് അതവിടെ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ക്യാബേജ്, നിങ്ങൾക്ക് വൈറ്റ് കളർ ക്യാബേജ് ആണെങ്കിൽ അതെടുക്കാം കേട്ടോ. ഞാനിത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ക്യാബേജ് എടുത്തതാണ്. നിങ്ങൾക്ക് ഏത് ക്യാബേജ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ, പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഉള്ളി എടുത്തിട്ടുണ്ട്, കുക്കുംബർ എടുത്തിട്ടുണ്ട്, ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഞാൻ കാണിച്ചു തരുന്ന പോലെ കട്ട് ചെയ്യണം കേട്ടോ. കുക്കുംബറിൻ്റെ അരി മാത്രമേ കളയുന്നുള്ളൂ, തോല് കളയുന്നില്ല. കാരണം ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടായതാണേ നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ തോല് കളയാതെ എടുക്കുന്നത്. പുറത്തുനിന്ന് മേടിക്കുന്നതാണെങ്കിൽ നമുക്ക് തോല് കളഞ്ഞെടുക്കാം കേട്ടോ. തോല് കളയാതെ കഴിക്കുന്നവരുമുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ടൊമാറ്റോ കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഉള്ളി എടുക്കുന്നുണ്ട്. ഒരു ഉള്ളിയെ എടുത്തിട്ടുള്ളൂ, ഒരു സവാള എടുത്തിട്ടുള്ളൂ. ഒരു മീഡിയം സൈസ് സവാളയാണ്, തീരെ ചെറുതല്ല, മീഡിയം സൈസ് സവാള ഞാൻ ചെറുതായിട്ട് ഫൈനലി ചോപ്ഡാണ് കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അടുത്തെടുക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഇതുപോലെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം കണ്ടോ. ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതും കൂടി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അടുത്ത് എന്ത് വെജിറ്റബിളാണ് ഉള്ളത്, അടുത്ത് നമുക്ക് ക്യാബേജ് കട്ട് ചെയ്തെടുക്കാം. എല്ലാം ചെറിയ മാക്സിമം ഒരേ സൈസിലുണ്ട്. നമുക്ക് ചോപ്പർ ഉണ്ടെങ്കിൽ അതിൽ കട്ട് ചെയ്യുന്ന ഇഷ്ടമാണെങ്കിൽ അതിൽ കട്ട് ചെയ്യാം കേട്ടോ. കാരണം എങ്കിൽ അത് എല്ലാം ഒരേ സൈസിന് കിട്ടുന്നതാണ്. ഞാനിപ്പോൾ കൈ കൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ക്യാപ്സിക്കം എടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറുതായിട്ട്, അതായത് ഒരേ സൈസിന്, ഏകദേശം വരുന്ന ഒരേ സൈസിന് കട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. എടുത്തതിന് ശേഷം ഞാൻ അത് മാറ്റി വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാം ഏകദേശം ഒരു പീസായിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചിക്കൻ്റെ ചൂടൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. എടുത്തതിന് ശേഷം ഇത് കണ്ടോ, ചെറുതായിട്ട് ഏകദേശം അതുപോലെയൊക്കെ തന്നെ കട്ട് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് കട്ട് ചെയ്തതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ചിക്കൻ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ട് വെജിറ്റബിൾസ് എല്ലാം അതിലോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് സാൻഡ്വിച്ച് അല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് മയണൈസും കെച്ചപ്പും ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഹെൽമാൻസിൻ്റെ റെഡിമെയ്ഡ് മയണൈസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടത്തില്ല, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. വീട്ടിലുണ്ടാക്കുന്ന മയണൈസ് ആണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അതിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കും. ടൊമാറ്റോ കെച്ചപ്പും കൂടി ഉണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിത് വെജ് മയണൈസാണ് ചേർത്തേക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട്, അതായത് ചിക്കനൊക്കെ എല്ലായിടത്തും ആവുന്ന രീതിക്ക് എല്ലാ വെജിറ്റബിൾസും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് കണ്ടോ, നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു ലെയറല്ലേ ആയിട്ടുള്ളൂ, നമ്മൾ 2 ലെയറല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ
അടുത്ത ലെയറിൽ നമുക്ക് എഗ്ഗ് വയ്ക്കാം. 2 എഗ്ഗ് ഞാൻ എടുത്തിട്ടുണ്ട്. 2 എഗ്ഗ് ഒന്ന് എടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി, വൈറ്റ് പെപ്പറാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ബ്ലാക്ക് പെപ്പർ ആയതുകൊണ്ട് അത് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. കൂടെ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഓംലെറ്റ് പോലെ, അതായത് ഓംലെറ്റിൽ വെജിറ്റബിൾസ്, ഉള്ളി, ഓണിയനൊക്കെ ഇടും. നമുക്ക് അതൊന്നും ഇടാതെ, നമ്മൾ ഓൾറെഡി ഓണിയനൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്നും ആവശ്യമില്ല. നമുക്കതൊന്ന് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം അതൊന്ന് പൊരിച്ചെടുക്കാവേ. മുട്ട കണ്ടോ, ഞാൻ എന്തോ ഭാഗ്യത്തിന് എനിക്ക് ഇത് കിട്ടിയതാണ് കേട്ടോ. മറിച്ചിട്ടപ്പോൾ ഉടയാതെ കിട്ടിയിട്ടുണ്ട് എന്തോ ഭാഗ്യത്തിന്. അങ്ങനെ അത് എടുത്ത് ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. 2 സൈഡ് നന്നായിട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വേവിച്ചെടുത്ത് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു ചെറിയൊരു സോസ് ബ്രെഡിൽ പുരട്ടാൻ വേണ്ടി ഒന്ന് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കെച്ചപ്പും കുറച്ച് മയണൈസും കൂടി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. മയണൈസും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് വെറുതെ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കോമ്പിനേഷൻ. ഓക്കെ, അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിത് സാലഡും, അതായത് വെജിറ്റബിൾസിൻ്റെ മിക്സും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ച് ബ്രെഡ് എടുക്കാം. സാൻഡ്വിച്ച് ബ്രെഡായിരിക്കും കൂടുതലും നല്ലത്. എനിക്കിത് നോർമൽ ബ്രെഡാണ് ഞാനിത് ചെയ്തതെന്ന് തോന്നുന്നു കേട്ടോ. സാൻഡ്വിച്ച് ബ്രെഡാണെങ്കിൽ കുറച്ചുകൂടി ക്വാണ്ടിറ്റിയിൽ കിട്ടും. ഓക്കെ, ഇതാണെങ്കിലും അത്യാവശ്യം നല്ല ഫില്ലിംഗ് ആട്ടോ. അതായത് ഇതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഒരാൾക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ, അത്രയും ഫില്ലിംഗ് ആണ്. 2 ലെയർ വരുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ടാണേ. അപ്പോൾ ഞാനിത് ബ്രെഡ് എടുത്തതിന് ശേഷം കുറച്ച് സോസ് അതിൽ പുരട്ടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഈ മുട്ട 4ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഞാനിത് 4 സെറ്റായിട്ട് എനിക്ക് ഇത്രയും വെജിറ്റബിൾസിലും ഇതിലും ചിക്കനിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു പീസ് ഞാൻ ഒരു ബ്രെഡിൻ്റെ പുറത്ത് വെച്ചതിന് ശേഷം ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ചീസ് സ്ലൈസാണ്. ചീസ് സ്ലൈസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വെച്ചാൽ മതി, ഇല്ലെങ്കിൽ വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് വെച്ച് വേറൊരു ബ്രെഡ് വെച്ച് ഞാൻ അതിൻ്റെ പുറത്ത് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം അതിൽ കുറച്ചുകൂടി സോസ് മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോസ് മിക്സ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ചേർക്കണ്ട. അതിനുശേഷം ഞാൻ വേറൊരു ബ്രെഡ് എടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് നമ്മുടെ വെജിറ്റബിളിൻ്റെ മിക്സില്ലേ, വെജിറ്റബിളും ചിക്കനും കൂടിയുള്ള മിക്സ് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്ത് ഞാൻ വീണ്ടും ഒരു ചീസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ആക്ച്വലി നമ്മൾ കട്ട് ചെയ്ത് ആണ് കഴിക്കുന്നത്. അപ്പോൾ ഒരാൾ കഴിക്കുമ്പോൾ ഒരു ചീസ് സ്ലൈസ് മാത്രമേ അവരുടെ ഉള്ളിൽ പോകത്തുള്ളൂ. കാരണം നമ്മൾ ഡയഗണലായിട്ടല്ലേ കട്ട് ചെയ്യുന്നേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 ചീസ് വെച്ചത്. നിങ്ങൾക്ക് ചീസ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അതിനുശേഷം ഞാൻ കുറച്ച് ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് കുറച്ച് ബട്ടർ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്കിതൊന്ന് 2 സൈഡും ഒന്ന് നന്നായിട്ട് മൊരിക്കാൻ അല്ല, ആക്ച്വലി നല്ല ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ചൂടായാൽ മതി. ഞാൻ ആക്ച്വലി രണ്ടും എനിക്ക് ഈ കിട്ടിയത് നല്ല ബ്രൗൺ ആയിപ്പോയി. ആക്ച്വലി ഇതിൻ്റെ ഇത്രയും കളർ വ്യത്യാസത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. എനിക്ക് അടുത്ത് ചേർത്തതല്ല, അടുത്ത് ഉണ്ടാക്കിയപ്പോൾ കറക്റ്റ് കളറിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ കാണിക്കാം. അപ്പോൾ ഇതേ കണ്ടോ, അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നതല്ല, അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന കണ്ടോ നല്ല കളർ, അതാണ് പെർഫെക്റ്റ് കളർ ഇതിൻ്റെ. ഓക്കെ, നിങ്ങൾക്ക് ടോസ്റ്റ് ചെയ്യുന്ന ഇതുണ്ടെങ്കിൽ അതിൽ വെച്ച് ടോസ്റ്റർ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് മറ്റേ ലൈനായിട്ട് കിട്ടും കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെ എന്നിട്ട് 2 സൈഡും മൊരിയിച്ച് എടുത്തതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഞാൻ ഡയഗണലായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ചീസ് ഇത് ഒരു പീസ് മാത്രമേ ഒരാൾക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. കാരണം അത്രയ്ക്ക് ഫില്ലിംഗ് ആയിട്ടുള്ളതാണ്. ഞാൻ നിറയെ ഫില്ലിങ്ങും വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ. വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന പാട് മാത്രമേ ഉള്ളൂ. ചിക്കനൊക്കെ വറുത്തതൊക്കെ ബാക്കിയുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ കുട്ടികൾക്ക്. മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.